ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒണിക്സിൻ്റെ ഒരു എമർജൻസിയാണ്. ഇത് നമ്മൾ ഓണാക്കിയാൽ ഇങ്ങനെ മങ്ങി കത്തി നിൽക്കും. ചെറിയ മങ്ങലോടുകൂടി കത്തി നിൽക്കും. വെട്ടക്കുറവാണ്. നമ്മൾ ചാർജിനിട്ടാൽ ഫുള്ള് ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുകയും ചെയ്യും. ചാർജ് ആവുന്നില്ല, അതാണ് പ്രശ്നം. ചാർജ് ആവുന്നില്ല, ഫുള്ള് ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കും എന്നാണ്. അപ്പോൾ നമുക്കിത് എന്താ പ്രശ്നമെന്ന് നോക്കാം. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എത്ര വോൾട്ട് ഉണ്ടെന്ന്. ബാറ്ററിക്ക് 2.5 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ചാർജ് കൂടുന്നുണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, പവർ ഓൺ ചെയ്തിട്ടും 2.5 വോൾട്ട് വരെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഇവിടെ എത്തുന്നില്ല എന്നാണ്. നമുക്കതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഇളക്കി വിട്ടിട്ടുണ്ട്. നമുക്കിവിടെ വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് 0 ആണ്. ഇനിയൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇല്ല, 0.2 വോൾട്ട്, 0.2 വോൾട്ട് ഒരു വേരിയേഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വരെ ചാർജിങ്ങിൻ്റെ സപ്ലൈ വരുന്നില്ല. അതുകൊണ്ട് ബാറ്ററി ചാർജ് ആവുന്നില്ല. അതാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബോർഡ് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഫ്യൂസ് ഉണ്ട് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ്, അങ്ങനെയാണ് ഈ സർക്യൂട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിലെ ഫിൽറ്റർ കപ്പാസിറ്റർ ആണ്. അതിൽ 6 വോൾട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിവിടെ വന്ന് ഈ പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക് 6 വോൾട്ട് വരുന്നുണ്ട്. ഈ ഡയോഡിന് നമുക്ക് വോൾട്ടേജ് വരുന്നില്ല ഔട്ട്പുട്ടിൽ. ഈ ഡയോഡ് വഴിയാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ബാറ്ററിക്ക് പോകേണ്ടുന്ന വോൾട്ടേജ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ M7 ആണ് ആ ഡയോഡ്. ആ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. നമുക്കൊരു 470 ഓംസിൻ്റെ എങ്കിലും റെസിസ്റ്റൻസ് പോലെ അത് കാണിക്കേണ്ടതാണ് ഡയോഡ്. അത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഡയോഡ് ഡാമേജ് ആണ്, M7. അപ്പോൾ നമ്മൾ ഈ ഡയോഡ് ഒന്ന് ഇളക്കി മാറ്റി വേറെ ഇടണം. ഒന്ന് ഇളക്കിയെടുക്കാം.
ഇതാണ് നമ്മുടെ ഡയോഡ് M7 ഇല്ലെങ്കിൽ BA159 നമ്മുടെ വലിയ ഡയോഡ് BA159 ഇട്ടാലും മതി. ഞാനൊരു BA159 ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ M7 ഇല്ല. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ IN4007 വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ മീറ്റർ ഗ്രൗണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്തു. ഇപ്പം നമ്മുടെ ബാറ്ററി ടെർമിനൽ പോയിന്റിൽ 6.27 വോൾട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഇളക്കിയെടുത്ത ബാറ്ററിയുടെ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ലൈറ്റ് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാർജിങ് തുടങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ LED റെഡ് ആയത്. ഇപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ചാർജ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ചാർജ് കയറിയിട്ട് നമ്മുടെ LED എങ്ങനെ കത്തുന്നൂടെ നോക്കണം. വെട്ടം കൂടുന്നുണ്ടോ എന്ന് അറിയണം. നമ്മുടെ എമർജൻസിയുടെ വെട്ടവും കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.